ഇതിലും വന്നിട്ട് മെഴുകുന്നവരുണ്ട്. അതായത് ഈ സുരേഷ് ഗോപി ജയിച്ചതിൻ്റെ പേരിലുള്ള വിഷമം അങ്ങ് തീർക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കള്ളക്കേസിൽ വേടനെ കൊടുക്കാൻ നീയൊക്കെ കാണിച്ചിട്ടുള്ളതിൻ്റെ ഒരു ചെറിയൊരു ശതമാനം കാണിച്ചിരുന്നെങ്കിൽ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു കള്ളനെ പിടിക്കാൻ സാധിക്കത്തില്ലേ? ഇനി സുരേഷ് ഗോപി കള്ളനോ മറ്റെന്തോ ആയിക്കോട്ടെ, ക്രമക്കേടുണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറ്റാരോപിതനെന്ന് പറഞ്ഞപ്പോഴേ പ്രതി ചേർക്കപ്പെട്ട അല്ലെ പ്രതി ചേർത്ത ഒരു വ്യക്തികളാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളെ നമുക്ക് അങ്ങനെ പറയുന്നുണ്ട് ആർക്കും ഒരു പ്രശ്നം തോന്നണ്ട, അത് സത്യം അത് തന്നെയാണ്. അപ്പോൾ സുരേഷ് ഗോപി ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, മറ്റുള്ളവർ ചെയ്യുമ്പോഴാണ് പ്രശ്നം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പ്രസ്താവനയൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള ചിന്താഗതികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് രണ്ടായിട്ടും മടക്കി കുത്തി മടിക്കുത്തിന് താഴെ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വേടൻ്റെ വാലും പിടിച്ച് പോകുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ കാണിക്കുന്ന തോന്നിവാസങ്ങൾക്കെതിരെ നിങ്ങൾക്ക് എന്ത് ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ സാധിച്ചിട്ടുണ്ടോ നാളിതുവരെ? ഇല്ല. വെറുതെ ഒരു സംഖ്യക്കുട്ടനെ പോലെ അല്ലെങ്കിൽ അടിമ സംഖ്യയെ പോലെ അല്ലെങ്കിൽ ചാണക സംഖ്യയെ പോലെ പ്രവർത്തിക്കുന്ന ഒരു ചാനലും അതിന് പിന്നാലെ ഇരിക്കുന്ന കുറേ അധികം ആളുകൾ. ഇത് പറയുമ്പോൾ കുരുപൊട്ടുന്ന ഒരുപാട് പേര് കാണും. എനിക്കൊരു കോപ്പുമില്ല, പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുക തന്നെ ചെയ്യും. സുരേഷ് ഗോപി കാണിച്ച ചെറ്റത്തരം തന്തയ്ക്ക് പ്രക്കാരിയാണെങ്കിൽ അത് അങ്ങനെ തന്നെയാണെന്ന്